ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പേരാമ്പ്ര വിലാസിനിയാണ് മരിച്ചത്. ശസ്ത്രക്രിയക്കിടെ വിലാസിനിയുടെ കുടലിന് മുറിവേറ്റുവെന്നും വാർത്തയുണ്ട്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ശരിക്കും ഇത് കുറേ കാലമായല്ലോ, പറയൂ. ഞെട്ടിക്കുന്ന വിവരമാണ് SKN ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യൂട്രസ് റിമൂവ് ചെയ്ത മധ്യവയസ്കയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ചികിത്സാ പിഴവാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമായതെന്നാണ് പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള വിലാസിനിയുടെ കുടുംബം ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. വിലാസിനിയുടെ ബന്ധുവായിട്ടുള്ള ലിബിനാണ് ഇപ്പോൾ 24നോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നത്. എന്താ ചേട്ടാ സംഭവിച്ചത്? എന്താണ് കുടുംബത്തിന്റെ പരാതി? നമ്മൾ സർജറിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 4-ാം തീയതി 6-ാം തീയതി ഫസ്റ്റ് സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയിൽ ചെറിയായിട്ടൊരു പോറൽ സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോറൽ സംഭവിച്ചു, അത് അവർ സ്യൂച്ചറിങ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ അതായത് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ നോർമൽ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. നെക്സ്റ്റ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് വയറുവേദന വന്നു. പെട്ടെന്ന് വയറുവേദന വന്നു. പിന്നെയാണെങ്കിൽ നന്നായിട്ട് സ്വെറ്റിംഗ് ഉണ്ടായിരുന്നു, ഷിവറിങ് കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അവർ ഡോക്ടേഴ്സിന് ഇൻഫോം ആക്കി. പിന്നെ അവർ എമർജൻസി ആയിട്ട് ICUയിലേക്ക് തന്നെ പേഷ്യൻറ്റിനെ മാറ്റി നെക്സ്റ്റ് ഡേ, അതായത് അവർ പറഞ്ഞിരുന്നത് ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവാം, ഉറപ്പില്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ റീസർജറി ചെയ്തു. അതായത് മെനഞ്ഞാന്ന് രാത്രിക്ക് കൊണ്ടുപോയിട്ട് അവർ പിന്നെ സർജറി ചെയ്തു. കുടലിന് പോറലുണ്ടായ അതേ സ്ഥലത്ത് സർജറി ചെയ്തു. അവിടെ സർജറി ചെയ്തപ്പോൾ അവിടെയായിരുന്നു ഇൻഫെക്ഷൻ സംഭവിച്ച ആ ഭാഗം അവർ കട്ട് ചെയ്ത് മാറ്റി. അതായത് ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പേഷ്യൻ്റ് ICU തന്നെയായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ ആണെങ്കിൽ ആ സമയത്ത് തന്നെ കിഡ്നി അത് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓർഗൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ലെൻസിനെ ബാധിച്ചു. സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാത്രി അവർ BP-യും സാച്ചുറേഷനൊക്കെ ലോ ആയിരുന്നു ഇന്നലെ പേഷ്യൻറ്റിന്. ഇന്നാണെങ്കിൽ അവർ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഡെത്ത് ഡിക്ലെയർ ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുള്ളത്? പോലീസിലാണ്. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിശദീകരണമായിട്ട് പറയുന്നുണ്ട്? ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇങ്ങനെ ഒരു പോറൽ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SKN വിലാസിനിയുടെ ബന്ധു പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടത്. 6-ാം തീയതിയാണ് യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ളത്. അതിനിടയിലാണ് കുടലിന് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഈ ഇൻഫെക്ഷൻ ഉണ്ടായി അവർ ആശുപത്രി അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന് അവർ തന്നെ സമ്മതിച്ചു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെയാണ് 57 വയസ്സുകാരിയായിട്ടുള്ള വിലാസിനി മരണത്തിന് കീഴടങ്ങുന്നത്. ഇതിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം, അതോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണവും ഈ ഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN.